ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വളരെ റെയർ ആയിട്ടുള്ള, ഇതുവരെ ആരും ചെയ്യാത്തൊരു കണ്ടന്റാണ്. വാട്ട്സ് ഇൻ മൈ ബാഗ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ചിരി വരും ഈ ബാഗിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങളെ കാണിക്കുന്നതിൽ. കാര്യം ഞാൻ ഇന്നലെ ഷോപ്പിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഈ ബാഗിന് ഭയങ്കര കനമാണ്, നല്ല വെയിറ്റ് ഉണ്ട്. ബാഗിനകത്ത് കൊള്ളാവുന്നതിൻ്റെ മാക്സിമം സാധനങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇതൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചുകൂടെയെന്ന്. ഈ ബാഗ് എനിക്ക് കിട്ടിയ സമയം തൊട്ടുള്ള സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഇതുവരെ ഒന്നും അങ്ങോട്ട് ഇട്ടതല്ലാണ്ട് ഇങ്ങോട്ട് എടുത്തിട്ടില്ല. സോ അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. എനിക്കറിയാം പൊതുവെ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ് വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്യുന്നത്. പക്ഷെ അതുപോലത്തെ ഒരു വാട്ട്സ് ഇൻ മൈ ബാഗ് അല്ല ഇത്. അതാണ് സ്പെഷ്യാലിറ്റി. അപ്പോൾ ആദ്യം ആൾക്കാർ പൊതുവെ വാട്ട്സ് ഇൻ മൈ ബാഗ് ആൾക്കാർ ചെയ്യണ പോലെ തന്നെ ഞാൻ പറയാം. ഈ ബാഗ് എനിക്ക് എൻ്റെ വെരി ക്ലോസ് ഫ്രണ്ട് കിച്ചു എനിക്ക് ഗിഫ്റ്റ് തന്ന ബാഗാണ്. അതുകൊണ്ട് എനിക്ക് ഈ ബാഗ് ഭയങ്കര സ്പെഷ്യലാണ്. ഞാൻ എവിടെ പോയാലും ഇതുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബാഗ്. പൊതുവെ അവൾ തന്നുകൊണ്ടായിരിക്കും. അപ്പോൾ ഇത് ഒരു ഗ്രീൻ കളറ്. നോർമലി ബാഗ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് പൊതുവെ അത്യാവശ്യം ആൾക്കാരുടെയൊക്കെ കയ്യിലുള്ള ഒരു സൈസ് ബാഗ് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിക്കാം. ആദ്യമേ പറയാണ്, നിങ്ങളെല്ലാം ജഡ്ജ് ചെയ്യരുത്. ഇത്രയും ചപ്പ് ചവറെല്ലാം ഇട്ട് വെച്ചിരിക്കുന്ന ആ രീതിയിൽ നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ ഇടയ്ക്കെങ്ങാനും ഒക്കെ ഇതൊന്ന് വൃത്തിയാക്കും എന്നാണ്. ഇപ്പം ഞാനത് വൃത്തിയാക്കും. ഇത് കഴിഞ്ഞ് ഞാനിപ്പോൾ പുറത്തോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്തിട്ടേ ഉള്ളിൽ വെക്കുള്ളൂ. അപ്പോൾ ഇത് ഒരു ഫോക്സ്റ്റൈലിൻ്റെ ഓയിൽ ബാലൻസിങ് മോയ്സ്ചറൈസറിൻ്റെ ഡപ്പ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഒന്നുമില്ല. ഇതിൻ്റെ മറ്റേ ആ ഒരു ഇൻസ്ട്രക്ഷൻ നോട്ട് ഉണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു മോയ്സ്ചറൈസർ വാങ്ങിച്ച്, അപ്പോൾ അതിന് ഞാൻ അമ്മയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ എനിക്ക് റിവ്യൂ ചെയ്യണം അത്. അപ്പോൾ അമ്മയുടെ ഫേസ് റിവ്യൂവിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഓരോ ദിവസവും നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ചെയ്യുന്ന സമയത്ത് എനിക്കിത് ആവശ്യമുള്ളതുകൊണ്ട് ഞാനത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ഈ ബോക്സ്. അടുത്തതും എഗെയിൻ ഒരു ബോക്സ് ആണ്. ഹൈഫന്റെ ഗോൾഡൻ അവർ ഗ്ലോ സൺസ്ക്രീൻ ഉണ്ടല്ലോ, അത് ഞാനിപ്പോൾ കറന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ റിവ്യൂ ചെയ്യാൻ സമയമായി. ഈ സംഭവം എല്ലാം എനിക്ക് മനസ്സിലായി. ഞാൻ യൂസ് ചെയ്ത് സംഭവം അടിപൊളിയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആക്ച്വലി എനിക്ക് ചെയ്യാൻ വേണ്ടി ഇതിന്റെ എല്ലാം പ്രിപ്പയർ ചെയ്യണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതെടുത്ത് ഇതിനകത്ത് ഇട്ടിരിക്കുന്നതാണ്. അപ്പം ഇതാണ്. അയ്യോ, പിന്നെ ഇത് ഇത് ഇന്നലെ എനിക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ബാഗിനകത്തോട്ട് ഇട്ടേച്ചു. ഇത് ഞാൻ വാങ്ങിച്ച കുറച്ച് ചെടിയുടെയൊക്കെ വിത്താണ്. ചെടിയല്ല, പച്ചക്കറീൻ്റെ വിത്താണ്. പാലച്ചീര, ബുള്ളറ്റ് ചില്ലി, കൊറിയാണ്ടർ, സ്പിനാച്ചിൻ്റെ റെഡ് സ്പിനാച്ച് എന്ന് വെച്ചാൽ ചീര എന്നാണോ? അപ്പോൾ ഞാൻ വിചാരിച്ച സ്പിനാച്ച് എന്ന് വെച്ചാൽ വേറെ എന്ത് സാധനം ഉണ്ടായിരിക്കുന്നുണ്ടോ. ഓക്കെ, എന്തിനാവട്ടെ. കുറ്റിപ്പയർ, ഞാൻ കുറ്റിപ്പയർന്ന്. ഓക്കെ, കുറ്റിപ്പയർ, ആനക്കൊമ്പൻ വെണ്ട. ഓക്കെ, ഇതൊക്കെ കിളുക്കുമോന്ന് അറിയത്തില്ല കേട്ടോ. കോൺ ഉണ്ട്, അതുപോലെ ബ്രിഞ്ചോൾ, ലോങ് ബ്രിഞ്ചോൾ ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്. കാന്താരിയുടെ മാത്രം പടമില്ല, അവർ എഴുതി വെച്ചേക്കുക കാന്താരിയാണ്. അപ്പൊ ഇത്രയും ഇതിന് 199 രൂപ ആയുള്ളൂ കേട്ടോ, ഇത്രയും വിത്തിന്. ഇത് പോസ്റ്റ് ഓഫീസ് ത്രൂ അവരെനിക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു. ഇത് ഹെവൻ ഗാർഡൻ മണ്ണൂത്തി എന്ന് പറഞ്ഞിട്ടില്ല, അത് തൃശ്ശൂർ മണ്ണൂത്തിയിലെ ഹെവൻ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെജിറ്റബിൾ സീഡിന്റെ ആൾക്കാരെ ഞാൻ അവരുടെ അടുത്തുനിന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എന്തോ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത്രയും വിത്ത് അതെനിക്ക് ഇന്നലെ പോസ്റ്റ് ഓഫീസും കിട്ടിയതുകൊണ്ട് ഞാൻ ബാഗിനകത്തോട്ട് ഇട്ടതാട്ടോ, അല്ലെങ്കിൽ ഇതിനകത്തുണ്ടാവില്ല. പിന്നെ ഒരു ഇൻസ്ട്രക്ഷൻ, അതെങ്ങനെയാണ് വിത്ത് ഒക്കെ കിളിപ്പിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു സാധനമുണ്ട്. പിന്നെ ഈ ഒരു ബുക്ക് ദൈവത്തിന്റെ ആത്മകഥ എന്ന് പറഞ്ഞിട്ട് അതിന്റെ മലയാളം വേർഷൻ എൻ്റെ ഓൾറെഡി ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മലയാളം കൂടെ വായിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ മനസ്സിലാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇത് ലെനയുടെ ആ ബുക്കാണ്. ഇത് ഒരു 3-4 ദിവസമായി കിട്ടിയിട്ട് ഇത്രയും കൂടെ വായിച്ചു കഴിഞ്ഞാൽ ഈ ബാഗിനകത്തൊന്ന് മാറ്റാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുണ്ട്, വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഞാനിത് വായിക്കും. പിന്നെയും ഒരു റിവ്യൂ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിന്റെ കവറാണ് ഇത്. കോജിക് ആസിഡിന്റെ ഒരു സെറം ക്രീം ആണ്. അപ്പം അതിൻ്റെ റിവ്യൂ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. അപ്പം അതിന്റെ ഡീറ്റെയിൽസ് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ബാഗിനകത്ത് ഇട്ടിരിക്കുന്നതാണ്. നേരത്തെ നമ്മൾ കവർ കാണിച്ചതിൻ്റെ സൺസ്ക്രീൻ, ഇതിൻ്റെ റിവ്യൂ ഉടനെ തന്നെ വരും. അതുപോലെ ഇപ്പോൾ ഞാൻ കാണിച്ചില്ലേ ഇതിൻ്റെ ഇത്. പിന്നെ ഒരു കൺസീലർ ഉണ്ട്, ഡെയിലി ഫോർവർ 52. അപ്പോൾ ഇതൊരു ഷോർട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് എടുത്തിട്ട് ഷോപ്പിൽ കൊണ്ടുപോയതാണ്. അതിനുശേഷം ഇത് ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടില്ല, ഇപ്പോഴാണ് ഇത് എടുക്കുന്നത്. ഈ വീഡിയോ എപ്പോഴോ ഇട്ട് പോയതാണ്. ദെൻ ELFൻ്റെ ട്രാൻസ്പെറൻറ്റ് ലാഷ് ആൻഡ് അതുപോലെ തന്നെ മസ്കാര, ഐബ്രോസ് ആൻഡ് ലാഷ്, അതിൻ്റെ ഒരു ഇതാണ്. ഇത് ഞാൻ ഓൾറെഡി ഷോർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. പിന്നെ ഒരു പേനയുണ്ട്,
ലാക്മിയുടെ ഫേസ് പൗഡർ. ഇതും വീഡിയോയ്ക്ക് വേണ്ടി കൊണ്ടുപോയതാണ്, പിന്നെ അത് തിരിച്ചിട്ടില്ല. പിന്നെ ഒരു ക്ലിപ്പുണ്ട്, പിന്നെ എൻ്റെ പേഴ്സ് ഉണ്ട്. ഈ ശരിക്കും പറഞ്ഞ ഇത് ഞാൻ മറ്റേ എൻ്റെ യൂട്യൂബ് റവന്യൂ കൊണ്ട് ഞാനൊരു ഡയമണ്ട് റിങ് വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തില്ലേ, അപ്പോൾ ആ സമയത്ത് എനിക്ക് ആ ജ്വല്ലറിയിൽ നിന്ന് കിട്ടിയ ഈ ഒരു പേഴ്സാണ് ഇത്. അപ്പം എൻ്റെ കയ്യിൽ ഒരു റെഡ് പേഴ്സ് ആയിരുന്നു, ഒരു ചെറുത് ഇങ്ങനെ മറ്റേ ചതുരത്തിലിരിക്കുന്നുണ്ട്, തുറക്കുന്ന ഒരൊറ്റ സിപ്പ് മാത്രമുള്ള ഒരൊറ്റ ഇത് മാത്രമുള്ള ഒരു പേഴ്സായിരുന്നു. അപ്പം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ അമ്മമാരുടെയൊക്കെ കയ്യിലിരിക്കുന്ന പോലെ ഇങ്ങനെ തുറക്കുന്ന പേഴ്സ് വേണം, എന്നിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ എനിക്ക് ഇടയ്ക്ക് തോന്നും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇത് കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ആ ഒരു പൂതി അങ്ങ് മാറും. അപ്പോൾ ഞാൻ നോർമൽ പഴയ പേഴ്സിലേക്ക് തന്നെ പോകും. അപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങനെ ഒരു ആഗ്രഹം തോന്നി പിന്നെ അമ്മയുടെ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിനകത്ത് കുറച്ച് കാശുണ്ട്, കുറച്ച് ചില്ലറ പൈസയുണ്ട്, പിന്നെ എൻ്റെ അമ്മുമ്മയുടെ ഒരു ഫോട്ടോ ഉണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. ദെൻ ഇത് എൻ്റെ ഒരു പോക്കറ്റ് മിററാണ്. കുറച്ച് അലമ്പായിട്ടിരിക്കുവാണ് പോക്കറ്റ് മിറർ. ഇത് നമ്മുടെ വിവാദമായ ധർമ്മസ്ഥല ഉണ്ടല്ലോ, അവിടെ ഞാൻ പോയ 2 വർഷം 3 വർഷം മുൻപേ അങ്ങാണ്ട് പോയതാണ്. അവിടുന്ന് ഇതുപോലത്തെ 2 വാങ്ങിച്ചു, ഒന്ന് എനിക്കും ഒന്ന് അനിയത്തിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എൻ്റെയാണ്. ഇങ്ങനെ കീ ചെയിനൊക്കെ ഉണ്ട്, മറ്റേ ഇങ്ങനെ ഇതെന്താണ് കൊളുത്തിടുന്ന ഇങ്ങനത്തെ ലോക്ക്, ഈ സാധനമൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു അടിപൊളിയാണ് ഇതിൻ്റെ ഒരു ഓക്കെ. പിന്നെ ഡിസ്കോ റബ്ബർ, എന്തോ ഒരു മേക്കപ്പ് വർക്കിന് പോകുന്ന സമയത്ത് ഡിസ്കോ റബ്ബർ വേണമായിരുന്നു. അപ്പം ഞാൻ അവിടുന്ന് വാങ്ങിച്ച്, ഇപ്പം ഈ ബാഗ് ഞാൻ കൊണ്ടുപോയെന്ന് ഞാൻ ഓർക്കുന്നില്ല, കൊണ്ടുപോയില്ലെന്നാണ് തോന്നുന്നു. പിന്നെ ഇതെങ്ങനെ ഇതിനകത്ത് വന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഇത് 2 ഇതിനകത്തുണ്ട്. ഡിസ്കോ റബ്ബറാണ് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതും എനിക്ക് കിച്ചു തന്നെ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ട് എനിക്ക് ബാഗ് തന്നു, അവള് തന്നെ തന്ന ഹാൻഡ് ക്രീമാണ്. ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ മണം ഒരു രക്ഷയില്ല, അടിപൊളി മണമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൈയൊക്കെ നല്ല സ്മൂത്ത് ആകും. പക്ഷെ ഞാൻ ഇതിങ്ങനെ ആമസോണിൽ നമ്മുടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് ഇത് കിട്ടിയില്ല. സോ വേറെ ഏതെങ്കിലും ഹാൻഡ് ക്രീം ഇനി ഇത് കഴിഞ്ഞ് വാങ്ങിക്കണം. പിന്നെ എൻ്റെ ഷോപ്പിൻ്റെ കീ ഉണ്ട്. ഇതിനകത്തൊരു കൃഷ്ണനാണ്, കൃഷ്ണൻ മറ്റേ വെണ്ണയുടെ കുടവും കൊണ്ട് നിൽക്കുന്ന ഒരു കൃഷ്ണൻ. പിന്നെ ഒരു നിവ്യയുടെ ഒരു മോയ്സ്ചറൈസറാണോ ബോഡി ലോഷൻ പോലത്തെ കേട്ടോ. ഇത് റിവ്യൂവിന് വേണ്ടിയിട്ട് എടുത്താണോ അതോ ഷോപ്പിൽ ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ്. എന്നിട്ട് ഞാൻ ഇതെടുത്ത് ഈ ബാഗിലിട്ടിരിക്കുക എന്താണോ ഉണ്ട്. പിന്നെ എൻ്റെ ഒരു വളരെ വലിഞ്ഞ് ഒരു ബുഷുണ്ട്, ഹെയർ ബുഷാണ് കേട്ടോ. ഇത് വലിഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങ് വലിഞ്ഞ് വരുമ്പോൾ ഞാൻ ഇതെടുത്ത് ഇതിനകത്തിട്ടേക്കും. അപ്പോൾ ഇത് കുറേ നേരം യൂസ് ചെയ്യാണ്ട് വരുമ്പോൾ ഇത് തന്നെത്താനെ പഴയ പൊസിഷനിലേക്ക് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് വന്നു, ഇതിലും വലുതായിരുന്നു. അപ്പോൾ ഇതുണ്ട്. പിന്നെ 1 2 3 ഇപ്പം ഓൾറെഡി 4ാമത്തെ പേന ഓൾറെഡി എടുത്തു വെച്ച് 4 പേനയുണ്ട്. അതായത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം, ഈ ബാഗ് വാങ്ങിച്ചാൽ പിന്നെ ഞാൻ ഒരു സ്ഥലം അങ്ങോട്ട് ഇട്ടത് അല്ലാണ്ട് ഇങ്ങോട്ട് എടുത്തിട്ടില്ല എന്ന് പറയുന്നതിന് മെയിൻ റീസൺ ഇതാണ്. ഒരു ദിവസം പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു ബുക്ക് എടുത്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ പേന ഇട്ടും, അങ്ങനെ വെച്ചിരിക്കുന്ന 4 പേന ഇതിനകത്തുണ്ട്. പിന്നെ ഇത്രയും ചെറിയ ബാഗിനകത്ത് നിന്ന് ഇത്രയും ഐറ്റംസ് എടുത്തെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പക്ഷെ ഒരു ആക്രി പോലെ എനിക്ക് തോന്നുക. ഇത് പ്ലമ്മിൻ്റെ ഒരു ടോണറിൻ്റെ ബോട്ടിലാണ്, പക്ഷേ ഇതിനകത്ത് റോസ് വാട്ടറും ഗ്ലിസറിനും കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. വെജിറ്റബിൾ ഗ്ലിസറിനാണ് മിക്സ് ചെയ്തേക്കുന്നത്. നല്ല ബെനിഫിറ്റാണ് ഉണ്ട് കേട്ടോ ഇത് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇതും ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി കൊണ്ടുപോയതാണ്, പിന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല എന്നാൽ ഈ ബാഗിനകത്തൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതുണ്ട്. പിന്നെ ഇതിനകത്ത് അയ്യോ എനിക്ക് ചിരി വരുമോ ശരിക്കും. ഞാൻ പറഞ്ഞില്ലേ സെലിബ്രിറ്റീസിൻ്റെ വാട്സ് ഇൻ മൈ ബാഗ് അല്ല ഇത്, വൻ കോമഡി. അതൊക്കെ മേലെ ടേപ്പൊക്കെ ആരുടെയെങ്കിലും ബാഗ് കാണോ. ഇത് ഞാൻ എന്തിന് കൊണ്ടുപോയതാണെന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ഫെബ്രുവരിയിലോ മാർച്ചിലോ എനിക്കെന്തോ ഒരു സാരീൻ്റെ അളവ് എടുക്കണമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ടേപ്പ് കണ്ടില്ല, ഷോപ്പിലിരുന്ന് ടേപ്പ് കാണാതെ വന്നപ്പോൾ ഞാൻ ഇവിടുന്ന് ടേപ്പ് എടുത്തിട്ട് പോയി, എന്നിട്ട് അളവെടുത്തു ഇതിനകത്തിട്ടു. ആ ടേപ്പ് കിട്ടുകയും ചെയ്തു, അത് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ടേപ്പ് ഞാൻ ഇപ്പോഴാണ്, ഇവിടെ അമ്മ കുറേ തവണ ടേപ്പ് തപ്പി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയാൻ പാടില്ലെന്ന്. അപ്പോൾ ആ ടേപ്പുണ്ട്. പിന്നെ ഒരു ഹെഡ്സെറ്റ് ഉണ്ട്. ഈ ഹെഡ്സെറ്റ് ആക്ച്വലി എൻ്റെ ഈ ഫോൺ ഓക്കെ അല്ല, മറ്റേ ഈ പോയിന്റ് ഇപ്പോഴത്തെ ഹെഡ്സെറ്റ് ഫോണിനകത്ത് ഇല്ലല്ലോ. അപ്പം എൻ്റെ പഴയ ഫോണിനകത്ത് ഇതുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് കോളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇത് യൂസ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെഡ്സെറ്റാണ്. ഇതിപ്പോൾ കുറേ ഒരു 5-6 മാസമായിട്ട് എനിക്ക് തോന്നുന്നു ഇതിനെ കൊണ്ട് ഒരു ഉപകാരമില്ല. പക്ഷേ എന്നാലും ഞാനിത് ഇതിനകത്ത് ഇട്ടിരിക്കുകയാണ്. അഗെയിൻ ഡിസ്കോ റബ്ബർ. അയ്യോ എനിക്ക് ചിരി വരിക. ഞാൻ പറഞ്ഞ പോലെ ആദ്യം നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യരുത് കേട്ടോ, ഇത് ഇത്ര അലമ്പാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇത് ELFൻ്റെ ഒരു ഐബ്രോ ബ്രഷ്, മസ്കാര പോലെ ഇരിക്കും, പക്ഷേ ഐബ്രോനെ സെറ്റ് ചെയ്യുന്നതാണ്, കുറച്ചുകൂടെ അടിപൊളിയാണ് കേട്ടോ. അയ്യോ ഞാനാണെങ്കിൽ ഫോൺ സൈലൻ്റ് ആക്കിയില്ലായിരുന്നു, അതുകൊണ്ട് എന്തോ ഒരു മെസ്സേജ് വന്നതിൻ്റെ ട്യൂൺ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, നോട്ടിഫിക്കേഷൻ. പിന്നെ ഇത് ഹിമാലയെന്ന് എനിക്ക് ഒരു കൊളാബ് പോലെ, അതായത് അവരുടെ ഒരു പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അവർ അയച്ചു തന്ന ഹിമാലയയുടെ ഫേസ് വാഷാണ്.
ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല. സോ അത് ഇതിനകത്ത് ഞാൻ കാണുമ്പോൾ ഓർത്ത് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. ഇത്രയും ചപ്പൻ അടക്കുന്നത് ഞാനിത് എങ്ങനെ കണ്ട് എപ്പോൾ ചെയ്ത് ഓർക്കാനാണ് എനിക്കറിയില്ല. എന്തായാലും ഇത് ചെയ്യണം ഉടനെ തന്നെ. അപ്പം ഇത് ഹിമാലയയുടെ അത്. അയ്യോ കഷ്ടം തന്നെ മുടിയൊക്കെ. ഒരു ക്ലിനിക് പ്ലസിൻ്റെ കുഞ്ഞി സാശയുണ്ട്. എന്തോ ഒരു പേപ്പറുണ്ട് കേട്ടോ ദൈവം. ഇത് എന്ത് പേപ്പറാണോ എന്തോ. പേപ്പറിൻ്റെ കോലം. ഇത് ഞാൻ അന്ന് മറ്റേ ജ്വല്ലറി പോയി സാധനം വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ, ഇതിന്റെ ഡേറ്റ് നോക്കിയാൽ കറക്റ്റ് അറിയാം. 4-ാം മാസത്തിലുള്ള, ഇതിപ്പോ 8-ാം മാസം അല്ലേ, 4 മാസം കഴിഞ്ഞു. അപ്പൊ അന്നത്തെ ബില്ലാണിത്. അയ്യോ മൈ ഗോഡ്. പിന്നെ ഇത് ഞാൻ ഏതോ ഒരു ഉത്സവത്തിന് വാങ്ങിച്ച കയ്യിലിടുന്ന, ഇതുപോലെ കയ്യിൽ ഇങ്ങനെ ഇടുന്ന സാധനമാണ്. പിന്നെ ഇത് എവിടുന്നോ ഞാൻ വാങ്ങിച്ചൊരു പെർഫ്യൂമാണ്. ഇത് മറ്റേ മൂക്കിലിങ്ങനെ ഒഴിക്കുന്ന ആ സാധനമാണ് കേട്ടോ. മറ്റേ എനിക്കെപ്പോഴും മൂക്കിങ്ങനെ അടഞ്ഞിരിക്കും. അപ്പോൾ അത് ഞാനിങ്ങനെ ഇങ്ങനെ ഒഴിച്ച് ഇതാക്കും. ഒരു തവണ എങ്ങാണ്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ഇതെടുത്ത് ഇതിനകത്ത് ഇട്ടിരിക്കുകയാണ്. പിന്നെയും ഡിസ്കോ റബ്ബർ ആൻഡ് ഇൻഹൈലർ ഒരെണ്ണം വീട്ടിലും ഒരെണ്ണം ബാഗിലും ഞാനിങ്ങനെ വെച്ചേക്കും. ഇത് കാണുമ്പോൾ ഒന്ന് വലിച്ചില്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥതയാണ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഇതിനകത്ത് ഐറ്റംസ് കഴിഞ്ഞു. അയ്യോ ഇത് കണ്ടു, ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നിറയെ പൊടിയാണ്. അപ്പം ഇനി ഇത് ഞാൻ കൊട്ടി വെക്കണം. ഇതിനകത്ത് ഇനി വരാൻ സാധ്യതയുള്ള 2 സാധനം എന്ന് പറഞ്ഞാൽ ചാർജർ. ചിലപ്പോൾ എൻ്റെ ഇയർപോഡ് ഞാൻ ഇതിനകത്തിടും, ചാർജർ ഇടാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു കണ്ടന്റൊക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയറി പോലത്തെ ഒരു സാധനം ഉണ്ട് എനിക്ക്. ചിലപ്പോൾ അതും കൂടി ഇതിനകത്തുണ്ടാവും. അയ്യോ എന്തോരം ഐറ്റംസ് ആണെന്ന് നോക്കിയാൽ, കൂന പോലത്തെ ഐറ്റംസാണ് ഇവിടെ കൂടിയിരിക്കുക. ഞാൻ നിങ്ങളെ അത് കാണിക്കാം കേട്ടോ. ഇത്രയും കൂന ഇതിനകത്തുനിന്നാണ് കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ സ്വയം ചിരി വരിക. അപ്പോൾ അത്രയൊക്കെയാണ് എൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗ്. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു വെറൈറ്റി സെക്ഷൻ ആയിരിക്കും. നിങ്ങളെന്നെ ജഡ്ജ് ചെയ്യരുത്. ഞാൻ എത്രാമത്തെ തവണയാണ് പറയുന്നത് നിങ്ങളെന്നെ ജഡ്ജ് ചെയ്ത്. ഒരു അടക്കം നല്ല പറഞ്ഞാൽ അടുക്കും മെനയില്ല. അങ്ങനെ എന്തോ ഒരു ഓർഗനൈസ്ഡ് അല്ലാത്ത ഒരു രീതി എന്ന് വിചാരിക്കരുത്. ഞാനത് ഓർഗനൈസ്ഡ് ആക്കിയേക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഒരിക്കലും എൻ്റെ ബാഗിനകത്തൊന്നും ഇത്രയും ചപ്പും കിട്ടത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ഞാൻ തരാനൊന്നും പോകുന്നില്ല. എന്നാലും ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയ എന്തൊരു ഐറ്റം, എനിക്ക് ഇതിനകത്ത് ഏറ്റവും വെറൈറ്റി ആയിട്ട് തോന്നിയ ഐറ്റം എന്ന് പറഞ്ഞാൽ ആ ടേപ്പാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളൂ. അപ്പോൾ വേറെ വീഡിയോ കാണാം. ബായ്.